തീറ്റക്ക് നല്ലത് ഇതാണ്. ഇതാകുമ്പോ നമുക്ക് ഈ നെഞ്ഞിരിക്കല് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഇത് ഒറിജിനൽ സാധനമാണ്. ഈ ചീനിക്കിഴങ്ങുന്ന നമുക്ക് എല്ലാവർക്കും ഒന്നും പിടിക്കില്ല. നിങ്ങൾ ആരോഗ്യത്തിന്റെ രഹസ്യം ഇത് തന്നെയാ. ഇതല്ലെങ്കിലും നമ്മളതെല്ലാം പഴയ ആൾക്കാർക്കെല്ലാം വേറെയുണ്ട്. മക്കള് പെണ്ണ് പിന്നെ മെക്കാനിക് എഞ്ചിനീയർ പഠിച്ചിട്ട് പണിയൊന്നുമില്ല. ബാംഗ്ലൂർ പഠിച്ചത് 3.5 കൊല്ലം. അന്ന് പഠിച്ചിട്ട് അവിടെ ജോലിയെല്ലാം കിട്ടിയുമ്പോൾ 7,500 ശമ്പളം ഉള്ളൂ. ആ 7,500 5 റുപ്യ അവിടെ റൂമിന് കൊടുക്കണം. പിന്നെ ജയിലിൽ അങ്ങനെ ഒരു മാസം വരെ അവിടെ നിന്നു. പിന്നെ എന്നോട് പറഞ്ഞു, ഇത് അച്ഛൻ എനിക്ക് ഇനി ആദ്യ ചെലവിന് വരണം. അപ്പം ഞാൻ പറഞ്ഞു എന്തെന്ന് ചോദിച്ചു. ഇവിടെ റൂമിന് 5 റുപ്യ കൊടുക്കണം. പിന്നെ ഇത് 7,500 2000. ഈ 2,000 റുപ്യ കൊണ്ട് എനിക്ക് ചിലവ് വേണ്ട. അപ്പോൾ മോള് എടുക്കാൻ ഇപ്പോൾ മോള് കല്യാണം കഴിച്ച ഒരു കുട്ടി. ഹസ്ബൻഡ് JSP ഡ്രൈവർ. മോൻ ഒന്നുമില്ല. പിന്നെ +2 വരെ പഠിച്ചിട്ട് ഡിഗ്രിക്ക് പാസ്സായിട്ട് പോളിയോയിൽ കിട്ടിയിട്ടാകുമ്പോൾ പോയിട്ടില്ല. അപ്പോൾ അറിഞ്ഞ് പോടുപോലെന്ന് ഞാൻ 3 കൊല്ലയിൽ പോകുന്നുണ്ട്. പോട് പോകുന്നില്ല. അതൊക്കെ പൈസ കൊടുക്കണം. പാടക മെയിൻ കൃഷി ഇതിപ്പോ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന കുരുമുളകാ അല്ല, ഈ വള്ളി പടന്നതിനാ കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ മൂപ്പുണ്ടാവില്ല. തേങ്ങല്ലുണ്ട്. തേങ്ങ ഞാൻ വേണം കാണിച്ചത്. ഇതിന്റെ വേണ്ട തേങ്ങ കഴിഞ്ഞിട്ട് ആടെ ഞാൻ കാണിച്ചത് ശരിക്കും തേങ്ങ ശരിക്കും മുകളിൽ തന്നെ ഉണ്ട്. ഞാൻ മാന്തി കാണിച്ചതെന്ന് വെച്ചല്ലോ. ഇത് ഒരു 6-7 കിലോയെല്ലാം വരും ചിലത്. ഇത് കഴിക്കാൻ കഴിഞ്ഞാൽ ഇത് കിളച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ തൊലി എത്തിയെടുക്കാം. മുകളിലെ ആ തൊലി എത്തിയെടുത്ത് കഴിഞ്ഞാൽ റെഡിയായി. മധുരക്കിഴങ്ങ് പോലെ മധുരക്കിഴങ്ങ് പോലെ തൊലി എത്തണമെന്നില്ല. ഇതിന്റെ തൊലി എത്തണം. മറ്റേ അതിന്റെ തൊലി വേണ്ടല്ലോ. ഇപ്പൊ ഏതാ ടേസ്റ്റ് കൂടുതൽ? തീറ്റക്ക് നല്ലത് ഇതാണ്. ഇതാകുമ്പോ നമുക്ക് ഈ നെഞ്ഞിരിക്കല് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഇത് ഒറിജിനൽ സാധനമാണ്. ഈ ചീനിക്കിഴങ്ങുന്ന നമുക്ക് എല്ലാവർക്കും ഒന്നും പിടിക്കില്ല. നിങ്ങൾ ആരോഗ്യത്തിന്റെ രഹസ്യം ഇത് തന്നെയാ. ഇതല്ലെങ്കിലും നമ്മളതെല്ലാം പഴയ ആൾക്കാർക്കെല്ലാം വേറെയുണ്ട്. ഇപ്പൊ കാട്ടിൽ ഏതെല്ലാം സൈസ് തിന്നുന്ന സാധനമുണ്ട്. കിഴങ്ങ് എല്ലാം ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും വേണ്ട. ഞങ്ങളെ പോലത്തെ ആൾക്കാരെല്ലാം ഇപ്പോഴും കഴിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും അത് കിട്ടിയ കളിച്ചുകൊണ്ടായി പുഴുങ്ങി കഴിക്കും. അത് അങ്ങനത്തെ ഒരു സാധനം നമുക്ക്. പിന്നൊരു കാര്യം, അങ്ങനത്തെവർക്ക് നമ്മൾ ദേഹത്തി പോലെ ഈ ചൊറിച്ചൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഈ കാട്ടുകിഴങ്ങാണ് ഏറ്റവും ഇതാണ്. അതിലൊരു കൃത്രിമമില്ല. ഇപ്പം ഒരു കൃത്രിമ അയറോ ഇങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല.